അവിചാരിതമായാണ് ഒരു രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എനിക്ക് ചിലവിടേണ്ടി വന്നത്. വീണ് കാലൊടിഞ്ഞ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് വല്യമ്മയുടെ ശുശ്രൂഷയ്ക്ക് ഉമ്മാന്റെ കൂടെ ഒരു സഹായത്തിന് നിന്നതാണ് ഞാൻ. വല്യമ്മയുടെ കാലിന് എല്ലിന് പൊട്ടലുണ്ടെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കുവാനുള്ള ആരോഗ്യസ്ഥിതിയായിരുന്നില്ല. അതിനാൽ 2 ദിവസം ഒബ്സർവ് ചെയ്തു വേണ്ടത് ചെയ്യാമെന്നാണ് ബന്ധുകൂടിയായ ഡോക്ടർ ഷാജി പറഞ്ഞത്. ഈ ഒരു നിമിത്തമാണ് എന്റെ ചുരുങ്ങിയ ലീവിനിടയിൽ ഒരു ആശുപത്രിവാസം തരപ്പെട്ടത്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഒരു നേർത്ത പാലത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുന്ന അത്യാസന്ന നിലയിലുള്ള രോഗികൾ, അവരെ തന്നെ നോക്കിയിരിക്കുന്ന ഒറ്റവർ, സാന്ത്വനങ്ങളുമായി ഡോക്ടർമാർ. ചിലർ ജീവിതത്തിലേക്കും, മറ്റു ചിലർ മരണത്തിലേക്കും, മറ്റു ചിലർ തീരാ ദുഃഖത്തിലേക്കും യാത്രയാകുന്നു. എല്ലാറ്റിനും മൂകസാക്ഷിയായി ഈ അത്യാഹിത വാർഡ്. വല്യമ്മയുടെ കിടക്കയുടെ തൊട്ടടുത്ത കിടക്കയിൽ കാഴ്ചയിൽ ഒരു 10 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കിടക്കുന്നത്. ആ മോളുടെ കൂടെ അവളുടെ അമ്മയാണ് കൂട്ടിൽ നിൽക്കുന്നത്. രശ്മി എന്നു പേരുള്ള ആ കൊച്ചുകുട്ടിയുടെ ഓമനത്തുമുള്ള മുഖം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഹൃദയത്തിൽ ഒരു സുഷിരവുമായി പിറന്ന ആ കൊച്ചുമിടുക്കി കഴിഞ്ഞ ദിവസം രക്തം ഛർദ്ദിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ റൗണ്ട്സിന് വന്ന ഡോക്ടർമാർ രക്താർബുദത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞത് കേട്ടത് മുതൽ ആ അമ്മ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമായ ആ സ്ത്രീ രശ്മിയുടെ ചികിത്സയ്ക്ക് ഒരു കുറവ് വരുത്തിയിട്ടില്ല. തുച്ഛമായ ശമ്പളത്തിൽ ജോലിയെടുക്കുന്ന രശ്മിയുടെ അച്ഛന്റെ വരുമാനത്തിലധികവും മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവർ ചിലവാക്കുന്നത്. എന്നാൽ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടി പോലെയായിരുന്നു മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ് എന്നുള്ള വാർത്ത. അതിൽ ആ മാതാപിതാക്കൾ ശരിക്കും തളർന്നുപോയി. ഞാൻ രശ്മിയുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ ചെറിയൊരു മയക്കത്തിലാണ്. 5ാം വയസ്സിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എല്ലാ ദുരിതങ്ങളും അവസാനിച്ചു എന്ന് കരുതിയ ആ കുടുംബത്തിന് മോൾക്ക് രക്താർബുദമുണ്ടെന്ന വാർത്ത സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നിലയ്ക്കാത്ത കണ്ണീർ വാർത്ത് നിൽക്കുന്ന ആ അമ്മയെ ആശ്വാസവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്നും ഞാൻ മനസ്സിലാക്കി. ഏക മകളുടെ ഈ അവസ്ഥ ഏതൊരു മാതാപിതാക്കൾക്കും ദുഃഖം മാത്രമേ നൽകാനാവൂ. മകളെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മയ്ക്ക് 100 നാവാണ്. ക്ലാസ്സിൽ ഏറ്റവും ഇടുക്കിയും എല്ലാ ടീച്ചർമാരുടെയും കണ്ണിലുണ്ണിയും എല്ലാ കുട്ടികളുടെയും ഇഷ്ടകൂട്ടുകാരിയുമാണ് രശ്മിയെന്ന് ആ അമ്മയുടെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. അടുക്കളയിൽ അമ്മയെ സഹായിക്കുന്നതിലും അവൾക്ക് വലിയ ഉത്സാഹമാണെന്ന് സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ അമ്മ പറഞ്ഞു. ഞാൻ രശ്മി ഉണരുന്നത് നോക്കി അവളുടെ കട്ടിലിനടുത്ത് തന്നെ ഒരു ചെറിയ കസേരയിൽ നിന്നു. നേരം സന്ധ്യയോടടുത്ത്. കൊതുകിന്റെ ശല്യം ഏറി വന്നു. നാട്ടിലാണെങ്കിൽ ചിക്കൻ കുനിയുടെ ഒരു പെരുന്നാൾ തന്നെയാണ്. മറ്റ് ആവശ്യാനുസരണം പനികൾ വേറെയും. കൊതുകുത്താതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കുറെ നേരം കൈകൾ കൊണ്ട് ഓടിക്കും, മറ്റു ചിലപ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ട് വീശി ഓടിക്കും. അങ്ങനെയുള്ള ആ പ്രയത്നം കണ്ടാണ് രശ്മി മയക്കത്തിൽ നിന്നും ഉണർന്നത്. ഞാൻ കൊതുകിനെ ഓടിക്കുന്നത് കണ്ട് അവൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ രശ്മിയുടെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു. രശ്മിക്കുട്ടി കുറെ നേരം ഉറങ്ങിയല്ലോ. വല്ലാത്ത ക്ഷീണം തോന്നി, അതുകൊണ്ടാ ഉറങ്ങിപ്പോയത്. ഏട്ടൻ ആരാ? ഞാൻ അയൽവാസി. ദേ എന്റെ വല്യമ്മ കിടക്കുന്നത് കണ്ടില്ലേ? ഒന്ന് തെന്നി വീണതാ. എല്ല് പൊട്ടിയിട്ടുണ്ടെന്നാ ഡോക്ടർമാർ പറഞ്ഞത്. പാവം വല്യമ്മ,
എന്താ ഏട്ടന്റെ പേര്? അബ്ദുൽ മജീദ്. ഏട്ടന് ജോലിയുണ്ടോ? ഞാൻ ഗൾഫിലാ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്നതാ. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകണം. ഗൾഫിലെ അന്തരീക്ഷത്തിന് ഈർപ്പം കുറവാണല്ലേ? പെട്ടെന്നുള്ള ആ ചോദ്യത്തിനു മുന്നിൽ ഞാൻ ചെറുതായി ഒന്ന് ശങ്കിച്ചു. പിന്നെ ഗൾഫിലെ ചൂടോർത്ത് അതേ എന്ന് തട്ടിവിട്ടു. നമ്മുടെ നാട്ടിലെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ളത് കൊണ്ടാണത്രേ ഇവിടെ രോഗങ്ങൾ ഇത്രയധികം പകരുന്നതും. വൈറൽ ഫീവർ, ജലദോഷം തുടങ്ങിയ രോഗങ്ങൾ വളരെ എളുപ്പത്തിൽ പകരുന്നതും. ഇതൊക്കെ ആരാ മോളോട് പറഞ്ഞത്? എന്റെ ടീച്ചർ പറഞ്ഞു തന്നതാ. പിന്നെ ഞാൻ എന്തൊക്കെയോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. മോൾ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആരുടെ പുസ്തകങ്ങളാ കൂടുതൽ ഇഷ്ടം? പുസ്തകങ്ങളൊക്കെ എന്റെ ക്ലാസ് ടീച്ചർ തരുന്നതാ. അതിൽ സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ വളരെ ഇഷ്ടമാണ്. പിന്നെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച മാധവിക്കുട്ടിയുടെ, കമലാസുരയുടെ കവിതകളും വളരെ വളരെ ഇഷ്ടമാണ്. അവർ മരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞു. കവികളെയും കവിതകളെയും ഇഷ്ടപ്പെടുന്ന ആ കുട്ടിയോട് എനിക്ക് വളരെയധികം ഇഷ്ടവും ബഹുമാനവും തോന്നി. കവിതകളെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അവളുടെ അസുഖം എത്രയും വേഗം സുഖപ്പെടാൻ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. മോൾക്ക് പുസ്തകം വല്ലതും വേണോ വായിക്കാൻ? ഇപ്പോഴൊന്നും വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുകഥാ സമാഹാരമുണ്ട്. അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്റെ ടീച്ചറുടെ കയ്യിലും ആ പുസ്തകമില്ല. ആരുടെ ചെറുകഥാ സമാഹാരമാ മോളെ? ഞാൻ നാളെ തന്നെ തൃശ്ശൂർക്ക് പോയി വാങ്ങിക്കൊണ്ടുവരാം. എന്താ പുസ്തകത്തിന്റെ പേര്? ഇത്ര നേരം ഓർത്തിരുന്നതാ, ഇപ്പൊ മറന്നുപോയി. ഈ ഇടയായി വല്ലാത്ത മറവിയാ. എന്തായാലും ഞാൻ നാളെ ഓർത്ത് പറയാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർമാർ റൗൺസിന് കടന്നു വന്നത്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ രശ്മിക്കുട്ടിയെ? കഴിക്കുന്നുണ്ട് ഡോക്ടർ. ഇഞ്ചക്ഷനാ എനിക്ക് പേടി. പിന്നെ തലയ്ക്കകത്തൊക്കെ വല്ലാത്തൊരു വേദന. ചില നേരത്ത് സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ഒരു 2 ദിവസം കൂടി ക്ഷമിക്കും മോളെ, എല്ലാം സുഖാവും. മോൾക്ക് പിന്നെ പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ കേട്ടോ. ബ്ലഡ് ക്യാൻസർ വന്നാൽ രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണല്ലേ ഡോക്ടർ? രശ്മിയുടെ ആ ചോദ്യത്തിനു മുന്നിൽ ഒരു നിമിഷം എല്ലാവരും തരിച്ചു നിന്നു. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കും വല്ലാത്ത സങ്കടം. എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഡോക്ടർ രശ്മിയുടെ അടുത്ത് ചേർന്ന് നിന്ന് അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, ആരാ മോളോട് ഈ കള്ളം പറഞ്ഞത്? ഡോക്ടറെങ്കിലല്ലേ പറയുന്നത്. മോളുടെ എല്ലാ അസുഖവും മാറിയിട്ടേ ഇവിടുന്ന് മോളെ വിടുന്നുള്ളൂ. എന്താ സന്തോഷമായില്ലേ? അതിന് മറുപടി എന്നോണം അവൾ നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു. ഡോക്ടർമാർ അവിടെ നിന്നും പോയതിനു ശേഷം ഞാൻ രശ്മിയുടെ അടുത്തേക്ക് ചെന്നു. ആ കുട്ടിയോട് എന്ത് പറയണമെന്നറിയാതെ ഞാനൊന്ന് പരുങ്ങി നിന്നപ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ മരിക്കുകയുള്ളൂ. മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ അമ്മയ്ക്കും അച്ഛനും പിന്നെ ആരുമില്ലാണ്ടാവുമല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്ത വിഷമം. മോളെന്തിനാ എപ്പോഴും മരണത്തെപ്പറ്റി സംസാരിക്കുന്നത്? ആരാ പറഞ്ഞേ മോൾ മരിക്കുമെന്ന്? നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഏട്ടന് പേടിയുണ്ടോ മരണത്തെ? എന്നാലും കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നാറുണ്ട്. ഇനിയും മരണത്തെക്കുറിച്ച് മോൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ പിണങ്ങും. പറഞ്ഞേക്കാം. അല്പനേരം എന്തോ ആലോചിച്ചതിന് ശേഷം അവൾ തുടർന്നു, ഏട്ടന് കവിതകൾ ഇഷ്ടമാണോ? ഞാൻ എഴുതിയൊരു കവിത ഏട്ടനെ കാണിക്കട്ടെ. അവൾ തലയണയുടെ അടിയിൽ നിന്നും 4 മടക്കിയ ഒരു പേപ്പർ
എനിക്ക് നേരെ നീട്ടി. ഞാൻ ആ പേപ്പർ വാങ്ങി തുറക്കാൻ തുടങ്ങിയത് എന്നെ ഉമ്മ വിളിച്ച് ക്യാൻറ്റീനിൽ നിന്നും കാപ്പി വാങ്ങാനായി പറഞ്ഞു. ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ രശ്മിയെക്കുറിച്ചായിരുന്നു. നല്ല ബുദ്ധി സാമർഥ്യമുള്ള കുട്ടി. ആ കുട്ടിക്ക് ഈ അസുഖം വന്നല്ലോ. എനിക്കൊത്തിരി വിഷമം. തിരിച്ച് വാർഡിലേക്ക് നടക്കുമ്പോൾ എൻ്റെ പൊന്നുമോളെ എന്നൊരു കരച്ചിൽ ഞാൻ കേട്ടു. അതൊരിക്കലും രശ്മിയുടെ അമ്മയുടെ കരച്ചിലാകരുത് എന്ന് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ഞാൻ വാർഡിലേക്ക് ഓടി. ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ഞാൻ നിശ്ചലമായി. ഞാൻ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. രശ്മിയുടെ കട്ടിലിന് ചുറ്റും ഡോക്ടർമാർ അവളെ രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ എല്ലാം വിഫലം. ഇല്ല, അവൾ തിരിച്ചു വന്നില്ല. പുഞ്ചിരിച്ച ഒരു മുഖത്തോടുകൂടി അവൾ നിത്യനിദ്രയിലേക്ക് അലിഞ്ഞു ചേർന്നു. വളരെ കുറച്ചു നേരത്തെ പരിചയം മാത്രമുള്ള എനിക്ക് ആ വിയോഗം വല്ലാത്ത വേദനയായിരുന്നു. ഒരു കൂടപ്പിറപ്പിന് നഷ്ടമായ പോലെ വല്ലാത്ത വിഷമം. ആംബുലൻസിൽ കയറ്റി അവളുടെ ഭൗതിക ശരീരം അകലങ്ങളിലേക്ക് മറിയുന്നത് വരെ ഞാൻ നിറമിഴികളോടെ നോക്കി നിന്നു. അപ്പോഴാണ് എനിക്ക് അവൾ തന്ന ആ കവിത ഓർമ്മ വന്നത്. ഞാൻ ആ പേപ്പർ നിവർത്തി ആ കവിതയിലൂടെ കണ്ണൊടിച്ചു. ഇനിയുമൊരു ജന്മമീ ഭൂമിയിലുണ്ടെങ്കിലും അമതൻ തങ്കക്കുടമായിനിയും പിറക്കേണം. അച്ഛന്റെ വിരലിൽ തൂങ്ങി നടക്കാൻ പഠിക്കേണം. പൂവാലി പശുക്കിടാവിന് മുത്തങ്ങൾ നൽകേണം. ചന്തത്തിൽ മുറ്റം ചാണകം മെഴുകിയിട്ടു വട്ടത്തിൽ ഓണപ്പൂക്കളം തീർക്കണം. തേന്മാവിൻ തുഞ്ചത്ത് ഊഞ്ഞാല് കെട്ടണം. പാട്ടുകൾ പാടിയിട്ടാടിത്തിമിർക്കേണം. എന്നുടെ വ്യാധികൾ അറിയുന്ന ദൈവമേ, കൈവിടാതെന്നെ നീ കാത്തിടണേ. ഇനിയും അനേകം ഓണപ്പൂക്കളം തീർക്കുവാൻ കൊതിയോടെ കൈകൂപ്പി കെഞ്ചിടുന്നേ. ഇനിയും അനേകം ഓണപ്പൂക്കളം തീർക്കുവാൻ കൊതിയോടെ കൈകൂപ്പി കെഞ്ചിടുന്നേ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടത് മജീദ് വാഴക്കോടൻ എഴുതിയ എന്നെ അതിശയിപ്പിച്ച പെൺകുട്ടിക്ക്. അവതരണം അഹമ്മദ് സൈഫുദ്ദീൻ.